രാത്രിയിൽ മഹത്വപ്പെടുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടും തികച്ചും ഏകാഗ്രതയോടും കൂടെ നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുക എന്ന മഹത്തായ സന്ദേശത്തിലേക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥനാപൂർവം ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. കഴിഞ്ഞ രാത്രിയിൽ നാം പ്രാർത്ഥനയോടുകൂടെ ധ്യാനിച്ചതുപോലെ ഈ ഭൂമിയിൽ യേശുക്രിസ്തു അനുഭവിക്കുന്ന കഷ്ടതയുടെ പുറകിൽ, യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടതയുടെ പുറകിൽ, കാൽവറി ക്രൂശിൽ താൻ സഹിച്ച ഭീകര പീഡയുടെ പുറകിൽ മഹത്തായൊരു ഉദ്ദേശം ദൈവത്തിനുണ്ടായിരുന്നു. സംഭവിക്കണമെന്ന് ദൈവത്തിൻ്റെ കൈയും ദൈവത്തിൻ്റെ ഹൃദയവും മുൻ നിർണയിച്ചത് തന്നെയാണ് കാൽവറി ക്രൂശിൽ സംഭവിച്ചത്. യേശുക്രിസ്തുവിൻ്റെ മരണം ആത്മഹത്യയല്ല, യേശുക്രിസ്തുവിൻ്റെ മരണം കൊലപാതകമല്ല, യേശുക്രിസ്തുവിൻ്റെ മരണം രാഷ്ട്രീയ വിജയമല്ല, യേശുക്രിസ്തുവിൻ്റെ മരണം റോമൻ പടയാളികളുടെ വിധിയുടെ വിജയമല്ല. യേശുക്രിസ്തുവിൻ്റെ മരണം പിതാവായ ദൈവത്തിൻ്റെ മുൻനിർണയത്തിൻ്റെ നിവർത്തിയാണ്. യേശുക്രിസ്തു കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടപ്പോൾ അവൻ അനുഭവിച്ച കഷ്ടതകളെ വിശുദ്ധ ബൈബിൾ മുൻനിർണയപ്രകാരമുള്ള കഷ്ടത എന്നാണ് അതിൻ്റെ പഠന പശ്ചാത്തലത്തിൽ ഗ്രഹിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ കഷ്ടത മുൻനിർണയപ്രകാരമുള്ള കഷ്ടതയായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ദൈവ പൈതൽ അനുഭവിക്കേണ്ടതിന് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതികളുടെ ഭാഗമായി കഷ്ടതയുണ്ട്. തിരുവെഴുത്ത് എന്നാണ് പറയുന്നത്? അനന്യാസിനോട് ധന്യനായ പൗലോസ്ലീഹയെ സത്യത്തിലേക്ക് നയിക്കുവാൻ ശൗലിനെ പൗലോസാക്കി മാറ്റുന്ന പ്രക്രിയയുടെ ഭാഗമായി ഇടപെടുമ്പോൾ, നീ പോക, എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും മുൻപിൽ വഹിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അടുത്ത പ്രയോഗത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടതകൾ സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവനെ കാണിക്കും. അതെ, നമ്മുടെ വീണ്ടും ജനനത്തിനും നമ്മുടെ ഈ ഭൂമിയിൽ നിന്നുള്ള നിത്യയാത്രയ്ക്കും ഇടയിൽ ഒരു ദൈവ പൈതലിനെ ഏതൊക്കെ കഷ്ടതകളുടെ പ്രതിസന്ധികളിലൂടെ കടത്തിവിട്ടാൽ വീഴ്ച പറ്റാതെ നിത്യവീട്ടിലെത്തും എന്ന് ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയുടെ പുറകിൽ ദൈവത്തിന്റെ ദിവ്യ പദ്ധതികൾ മറഞ്ഞിരിക്കുന്നു എന്നത് തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കഷ്ടതയെല്ലാം അടിച്ച് പമ്പയാറ്റി കളയാൻ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. പ്രത്യേക നിലകളിലുള്ള ദക്ഷിണയോ സാമ്പത്തിക സമർപ്പണമോ ചെയ്താൽ നിങ്ങളുടെ കഷ്ടതയെല്ലാം അവസാനിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. ഇങ്ങനെ കഷ്ടതയ്ക്ക് പരിഹാരമുണ്ടാക്കിക്കൊണ്ട് മനുഷ്യനെ ശാപത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും വിടുവിക്കേണ്ടതിന് വേണ്ടി തന്ത്രപൂർവം ആത്മീയതയെ ഒരു കച്ചവടവൽക്കരിക്കുന്ന സമൂഹത്തെ നമുക്കിന്ന് ആത്മലോകത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്ന ഒരു കനത്ത സത്യത്തെ ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഭൗതിക സമൃദ്ധിക്ക് അകത്ത് ചില കഷ്ടതകളുടെ വഴികൾ ദൈവം നിത്യതയിൽ എത്തിച്ചേരാതിരിക്കത്തക്ക വിധം ഭക്തന്റെ മുൻപിൽ ഒരുക്കി വെച്ചിട്ടുള്ളൊരു അപകട സന്ധിയുണ്ട്. ദൈവം ഈ ഭൂമിയിൽ അനുവദിക്കുന്ന സമൃദ്ധി നീ അനുഭവിച്ചു കൊള്ളുക. ദൈവത്തിന്റെ ദാസൻ ദാനിയേലിനെ കൊട്ടാര സൗഭാഗ്യങ്ങളുടെ അന്തരീക്ഷത്തിൽ പ്രവചിപ്പാനാണ് ദൈവം വിളിച്ചത്. ദൈവത്തിന്റെ ദാസൻ ഇരമ്യാവിനെ പരിശോധനകളുടെ കൽത്തുറങ്ങുകളിലൂടെ കടന്നുപോയി ശുശ്രൂഷിപ്പാനാണ് ദൈവം വിളിച്ചത്. വിളിച്ച വിളിയിൽ നീ ഇരുന്നു കൊള്ളുക. പക്ഷേ അനുഭവിക്കുന്ന കഷ്ടതയുടെ പുറകിൽ ദൈവത്തിന് മഹത്തായ ഉദ്ദേശമുണ്ട് എന്ന സത്യം ഗ്രഹിക്കാതെ പോകരുത്. ഇതിന് കൊച്ചൊരു തെളിവായി ഞാൻ ചൂണ്ടിക്കാണിക്കാം. ശലോമോന്റെ സമൃദ്ധിയിൽ മറഞ്ഞിരുന്ന അപകടവും ദാവീദിന്റെ കഷ്ടതയിൽ മറഞ്ഞിരുന്ന അനുഗ്രഹവും. നിത്യതയോട് ബന്ധപ്പെട്ട ഈ വിഷയം നമ്മൾ ഇന്ന് രാത്രി വളരെ ഗൗരവത്തോടെ വിലയിരുത്തണം. ഒരിക്കൽ സൺഡേ സ്കൂൾ അധ്യാപകൻ വിദ്യാർത്ഥികളോട് ചോദിച്ചു, ലാസറിന്റെയും ധനവാന്റെയും സംഭവം പഠിപ്പിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ആരെ പോലാകണം? അപ്പോൾ മിടുക്കനായൊരു വിദ്യാർത്ഥി ചാടിക്കേറി പറഞ്ഞത് എന്താ? ഭൂമിയിൽ ധനവാനെ പോലെയും സ്വർഗത്തിൽ ലാസറിനെ പോലെയും. ഇത് യാഥാർത്ഥ്യത്തിൽ ആളുകളുടെ മനസ്സിലെ ത്വരയാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന, വെട്ടിപ്പിടിക്കാൻ കൊതിക്കുന്ന ഭൗതിക സമൃദ്ധിയുടെ പുറകിൽ സാത്താന്റെ ഗുരുതരമായ കണികൾ മറഞ്ഞിരിപ്പുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്. സാമ്പത്തിക മേഖലയിൽ പിടിച്ചു കയറേണ്ടതിന് തന്ത്രങ്ങളുടെ വഴികൾ ഉപയോഗിക്കുമ്പോൾ
ആ കപടതകൾ നിന്നെ നിത്യനാശത്തിൽ എത്തിക്കുമെന്ന് മാത്രമല്ല, നീ വെട്ടിപ്പിടിക്കുന്ന നീതിപൂർവമല്ലാത്ത സമ്പത്തിന്റെ പുറകിൽ അപകടം പതിയിരിപ്പുണ്ട്. നിത്യത തകർത്ത് കളയുന്ന ഗുരുതരമായ അപകടം. അതെ, എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ തകർക്കാൻ എന്റെ സാമ്പത്തിക മേഖല ഇടയാക്കരുതേ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ, അഹങ്കരിപ്പാൻ ധനമോ വീണു പോകാൻ യാതനയോ ആകരുതേ അത്യുന്നത എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. ഞാനൊരു വസ്തുത പറയാം. നിങ്ങൾ ശലോമോനിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. ഇവൻ സാധാരണക്കാരനല്ല. ഈ ശലോമോൻ ദൈവത്തോട് അപേക്ഷിച്ച അപേക്ഷ എന്താണ്? അപേക്ഷ, ഈ ജനത്തെ ഭരിക്കേണ്ടതിന് ജ്ഞാനമുള്ള ഒരു ഹൃദയം എനിക്ക് തരയണം. ദൈവം എന്താണ് വെളിപ്പെട്ട് പറഞ്ഞത്? ശ്രദ്ധിച്ച് ഗ്രഹിക്കണം. ദൈവം പറഞ്ഞത്, ശത്രു സംഹാരമോ പുത്രസമ്പത്തോ ദീർഘായുസോ ഒന്നും നീ എന്നോട് ചോദിക്കാതെ, നീ ഈ കാര്യം എന്നോട് ചോദിച്ചതുകൊണ്ട് നീ അപേക്ഷിക്കാത്തത് കൂടെ ഞാൻ നിനക്ക് തരികയാണ്. എത്ര മനോഹരമായ വാഗ്ദത്തം പെയ്തിറങ്ങുന്നു. ഇതാ ജ്ഞാനമുള്ളൊരു ഹൃദയം ദൈവത്തിന്റെ സംഭാവന. ശത്രു സംഹാരം, പുത്രസമ്പത്ത്, ദീർഘായുസ്, ഇതുകൊണ്ട് അതുല്യനായ ഒരു പുരുഷൻ ലോക ചരിത്രത്തിൽ ആരുണ്ട്? മേരി ജോൺ തോട്ടത്തിന്റെ ഭാഷയിൽ സമത്വമറ്റ സോളമൻ. ഈ ദൈവദാസ്, ഈ മനുഷ്യന്റെ ഈ ജ്ഞാനിയുടെ ജ്ഞാനം എത്ര ഭയങ്കരമാണ്! ഭിത്തിയിൽ വളരുന്ന ചെറിയ പൊടിത്തലപ്പിന്റെ മുതൽ വനാന്തരത്തിൽ വളരുന്ന വടവൃക്ഷങ്ങളുടെ വരെ ഗാഠമായ തത്വങ്ങൾ ഗ്രഹിക്കത്തക്ക വിധത്തിലുള്ള കഴിവ്. അന്യരാജ്യങ്ങളിൽ നിന്ന് പോലും രാജാക്കന്മാർ, രാജ്ഞിമാർ ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ വൈശിഷ്ട്യം കണ്ട് അമ്പരന്ന് നിൽക്കത്തക്ക സമൃദ്ധി, സമ്പത്തിന്റെ നെറുകയിൽ മുൻപോട്ടുള്ള യാത്ര, വെള്ളിക്ക് വിലയില്ലാത്തൊരു കാലം, താഴ്വീതിയിൽ പൊഴിഞ്ഞു വീഴുന്ന കാട്ടത്തി പോലെ മാത്രം വെള്ളിയെ പരിഗണിക്കത്തക്ക വിധം സമൃദ്ധിയിലേക്ക് കുതിച്ചുയർന്ന തന്റെ സാമ്പത്തിക സ്ഥിതി. ഒരു ദിവസം അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് വിളമ്പുന്ന ഭക്ഷണം ഒരു വർഷം കൊണ്ട് ഒരു സമൂഹം തിന്നു തീർക്കില്ല. അത്രമാത്രം സമൃദ്ധിയുടെ ഉന്നതങ്ങളിലേക്ക് ശലോമോൻ പറന്നു കയറുകയാണ്. പക്ഷേ ശലോമോന്റെ ജീവിതയാത്രയുടെ പതനത്തിലേക്കായിരുന്നു യാത്ര. ശലോമോൻ ഇടയിൽ ദൈവസന്നിധിയിൽ എഴുതിയ തിരുവെഴുത്തിൽ ഓർപ്പിച്ചിരിക്കുന്ന ഭാഗം ഏറെ ശ്രദ്ധേയമാണ്. ഹൃദയത്തിൽ പാശവും കണിയും കുടുക്കുമുള്ള ആളുകളെ ഞാൻ അന്വേഷിച്ചു, അതില്ലാത്തവരെ ഞാൻ അന്വേഷിച്ചു. അത് ഇല്ലാത്തവർ 1000 പേരിൽ അന്വേഷിച്ചപ്പോൾ ഒരു പുരുഷനെ കണ്ടെത്തി. പക്ഷെ 1000 പേരിൽ ഒരു സ്ത്രീയെ കണ്ടെത്തിയില്ല. സ്വകാര്യ ജീവിതത്തിലേക്ക് ഊളിയിട്ട് 1000 സ്ത്രീകളിൽ അന്വേഷണം നടത്താൻ ഇദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു? 700 ഭാര്യമാർ, 300 വെപ്പാട്ടികൾ. നമുക്കറിയാം, 1000 പേർ, 1000 സ്ത്രീകൾ കൊട്ടാരത്തിനകത്ത് നിൽക്കുകയാണ്. എങ്ങനെ? കുടുക്കും പാശവുമായി പത്തി വിരിച്ചാടുന്ന ഭീകര വിഷസർപ്പങ്ങൾ പോലെ നിൽക്കുകയാണ്. 1000 സ്ത്രീകളുടെ സ്വഭാവത്തെ പരിശോധിച്ചിട്ട് അത് ഭീകരമാണെന്ന് പറഞ്ഞ് അയാൾ നിലവിളിക്കുന്നു. അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ, മൃഗത്തിന്റെ ആത്മാവ് മുകളിലോട്ടോ മനുഷ്യന്റെ ആത്മാവ് മുകളിലോട്ടോ താഴോട്ടോ ആർക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നിത്യതയെക്കുറിച്ച് പോലും സംശയിക്കത്തക്ക വിധം അദ്ദേഹം ഉലകത്തോട് വിട പറയുമ്പോൾ പരിശുദ്ധാത്മാവ് കുറിച്ചു. ദിവ്യമായ പ്രത്യക്ഷതയിലൂടെ തനിക്ക് ബോധ്യപ്പെടുത്തിയ ദൈവവ്യവസ്ഥകളെ താൻ പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞതുകൊണ്ട് ദൈവം ശലോമോനെ ത്യജിച്ചു കളഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആലയം പണിതതാരാ? ആ തങ്കക്കുട കെട്ടിടം, ആ കനക കൊട്ടാരം, ആ യെരൂശലേം ദൈവാലയം, അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിനെ ബലികഴിപ്പാൻ മോറിയായിൽ ഉപയോഗിച്ച കല്ല്, അടിത്തറയിട്ട് പണിത ആ മനോഹര സൗധം പണിതതാരാ? ശലോമോൻ. പക്ഷേ ആ സമത്വമറ്റ സോളമൻ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഇല്ലാതെ പോയല്ലോ. വെട്ടിപ്പിടിച്ചതെല്ലാം എന്തിന്? സമൃദ്ധിയുടെ നെറുകയിൽ കഴിഞ്ഞത് എന്തിന്? ഭൗതിക നേട്ടങ്ങളുടെ ഔന്നത്യങ്ങളിൽ പറന്നുയർന്നത് എന്തിന്? ദൈവാരാധനയുടെ ആലയം തീർത്തത് എന്തിന്? എന്തിനിതെല്ലാം നേടി? ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കണം. ദീർഘായുസ് കിട്ടിയോ? ഇല്ല.
പുത്രസമ്പത്ത് ഉണ്ടായിരുന്നോ? ഇല്ല. ശത്രു സംഹാരം നടന്നോ? ദാസൻ 10 ഗോത്രത്തെ വിഭജിച്ചെടുത്തപ്പോൾ ശത്രു സംഹാരം റദ്ദാക്കപ്പെട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം റദ്ദാക്കപ്പെട്ടു? പുത്രസമ്പത്ത് റദ്ദാക്കപ്പെട്ടു, ശത്രു സംഹാരം റദ്ദാക്കപ്പെട്ടു, ദീർഘായുസ് റദ്ദാക്കപ്പെട്ടു, ഒടുവിൽ ജ്ഞാനവും റദ്ദാക്കപ്പെട്ടു, ഒടുവിൽ നിത്യതയും റദ്ദാക്കപ്പെട്ടു. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ദാവീദിലേക്ക്, എന്റെ കുടലിന് നടുവേ ഉരുകിയിരിക്കുന്നു, എന്റെ അസ്ഥി ഓട്ടുകഷണം പോലെ ആയിരിക്കുന്നു. ഒടുവിൽ പറയുകയാണ്, എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എന്റെ നേരെ വമ്പ് പറഞ്ഞു തന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറന്നുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യൻ, എന്റെ പ്രാണസ്നേഹിതൻ. എന്താ ദാവീദെ കരയുന്നത്? ദാവീദ് പറയും, സ്തോത്രം, ദാവീദ് പറയും, അവരുടെ ധനശിഷ്ടം അവർ മക്കൾക്ക് വെച്ചേച്ചു പോകുന്നു, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തരാകും. ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമൃദ്ധിയുടെ നെറുകയിൽ കഴിഞ്ഞവന്റെ അന്ത്യം എങ്ങനെ? കഷ്ടതയുടെ നെറുകയിൽ കഴിഞ്ഞവന്റെ അന്ത്യം എങ്ങനെ? ചിലതൊക്കെ കയ്യിലിരിപ്പുകൊണ്ട് സംഭവിച്ചെങ്കിൽ തന്നെയും നിലവിളിച്ച് കരഞ്ഞ് കർത്തൃസന്നിധിയിൽ നിന്ന് പ്രാപിച്ച വിടുതലുകളോടെ അവൻ നിത്യതയ്ക്ക് അവകാശിയായി. ഈ രാത്രി യേശുക്രിസ്തുവിന്റെ കഷ്ടത 70 ആഴ്ചവട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ മുൻനിർണയത്തിന്റെ ഭാഗമായിരുന്നു. നമ്മൾ അനുഭവിക്കുന്ന സമൃദ്ധി നമ്മുടെ നിത്യത തകർക്കാൻ മുഖാന്തരമാകരുത്. വളരെ ഭയത്തോടെ ഈ സന്ദേശം നിങ്ങളുടെ മനസ്സിൽ ചിന്തയിലിരിക്കട്ടെ എന്ന് ഞാൻ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ചിലരുടെയൊക്കെ ധാരണ ആത്മീയതയ്ക്ക് ഷോർട്ട് കട്ട് ഉണ്ടെന്ന. ഇല്ല പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാമല്ലോ, പണ്ടത്തെ നാടൻ തലത്തിൽ ബസ്സൊക്കെ വന്ന് നിർത്തുമ്പോ തെള്ളു കൂടുന്ന സമയത്ത് ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗത്തുകൂടെ അള്ളിപ്പിടിച്ച് കയറുന്നവരെ കണ്ടിട്ടില്ലേ? ഈ ലൈവിൽ പങ്കെടുക്കുന്ന ചിലരും അങ്ങനെയൊക്കെ കയറിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗത്തുകൂടെ വലിഞ്ഞു കയറുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇതുപോലെ നിത്യതയിലേക്കുള്ള പ്രവേശനത്തിൽ ചില ലോങ് ജമ്പ് ചാടി എതുവഴിയെങ്കിലുമൊക്കെ വലിഞ്ഞകത്ത് കയറാം എന്ന് വിചാരിക്കരുത്. ദൈവം വെച്ച നിർണയത്തിന്റെ വഴിയല്ലാതെ നിത്യതയിലെത്താൻ ദൈവത്തിന്റെ പദ്ധതിയെ ഷോർട്ട് കട്ട് ചെയ്യാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. ആകയാൽ കഷ്ടതയുടെ പാത ദൈവം ഏത് കാലത്തും ഒരു ഭക്തന് നിത്യതയിലേക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവിക വാഗ്ദത്തത്തിന്റെ വഴിയാണ്. അത് നിത്യതയുടെ തേജസ്സിന്റെ നിർണയ ഘടകമാണ്. തിരുവഴുത്തിൽ ദാനിയേൽ പ്രവചനമാണല്ലോ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. 9-ാം അധ്യായത്തിന്റെ 26, 27 വാക്യങ്ങൾ ഇപ്പോൾ വായിക്കാൻ തുടങ്ങുകയാണ്. അടുത്ത പശ്ചാത്തലം എന്താണ്? നമുക്കറിയാം, 70 ആഴ്ചവട്ടം ചരിത്രത്തിൽ പൂർണ്ണമായി കഴിയുമ്പോൾ സംഭവിക്കുന്ന 6 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി. അതിൽ 69 ആഴ്ചവട്ടം എന്ന 483 വർഷം എന്ന 1,73,880 ദിവസം ചരിത്രത്തിൽ പൂർണ്ണമായി കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടണം, അവനാരും ഇല്ലെന്ന് വരയണം. അങ്ങനെയെങ്കിൽ അതിനെ തുടർന്ന് അഭിഷിക്തന്റെ ഛേദനം എന്ന ഭാഗമാണ് ഇന്നലെ രാത്രി നമ്മൾ ധ്യാനിച്ചു നിർത്തിയത്. അതിനെ തുടർന്ന് എന്താണ് സംഭവിക്കേണ്ടത്? വായിക്കാം. 26, 27 കർത്താവിന്റെ ദാസൻ ഇപ്പോൾ വായിക്കും. 62 ആഴ്ചവട്ടം കൊണ്ട് 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അവന് ആരും ഇല്ലെന്ന് വരും. നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ചരിത്രത്തിൽ സംഭവിച്ചു. കൃത്യമായ സമയത്ത് യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം സംഭവിച്ചു. മസിഹ ബി കട്ട് ഓഫ് നോട്ട് ഫോർ ഹിംസെൽഫ്, അവന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി അവൻ കൊല്ലപ്പെട്ടു, മരിച്ചു. വായിച്ചാട്ടെ. അടുത്തത് 69 ആഴ്ചവട്ടത്തിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നു. അടുത്ത ഒരാഴ്ചവട്ടം അഥവാ 7 ദിവസത്തിന് തുല്യമായി 7 വർഷം എന്താണ് സംഭവിക്കാൻ തുടങ്ങുന്നത്? പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം യെരുശലേം നഗരം നശിപ്പിക്കും. ചരിത്രത്തിൽ AD 70 ടൈറ്റസിന്റെ ആക്രമണത്തിൽ അക്ഷരികമായി അത് സംഭവിച്ചു. വായിച്ചാട്ടെ. അവന്റെ അവസാനം ഒരു പ്രളയത്തോടു കൂടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത്
അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. വളരെ പ്രാർത്ഥനാപൂർവം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ പൊതുവെ ഉള്ളൊരു ഭാഗം മാത്രം പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രി ഉപസംഹരിക്കാം. നമുക്കറിയാം, 69 ആഴ്ചവട്ടം ചരിത്രത്തിൽ അവസാനിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ കാൽവറി ബലിമരണം നടക്കുമെന്ന് വള്ളിപ്പുള്ളി വിസർഗം മാറാതെ എഴുതി വെച്ച പ്രവചനം അതിന്റെ കാലഗണന കൃത്യമാക്കിക്കൊണ്ട് ചരിത്രത്തിൽ നിറവേറിക്കഴിഞ്ഞു. ഇതേ തുടർന്ന് 70-ാം ആഴ്ചവട്ടം എന്ന യഹൂദന്റെ സമ്പൂർണ്ണ യുഗത്തിന്റെ കാലഗതി ആരംഭിക്കേണ്ടതിന് 7 വർഷം കൊണ്ട് ദൈവിക കാര്യപരിപാടികൾ പൂർണ്ണമാകേണ്ടതാണ്. എന്നാൽ ദൈവിക കാര്യപരിപാടി അവിടെ പൂർണ്ണമാകാതെ ഒരു ഇടവേളയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്തുകൊണ്ട് 70-ാം ആഴ്ചവട്ടമെന്ന ആ ചെറിയ ഘട്ടം കൂടെ വന്നു ചേർന്നുകൊണ്ട് യഹൂദന്റെ സമ്പൂർണ്ണ യുഗം ആരംഭിച്ചില്ല? അതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ പലസ്തീന്റെ 4 അതിർത്തികൾക്കുള്ളിൽ മാത്രമായിരുന്നു. അവിടുന്ന് പുറത്തേക്ക് പോയിട്ടില്ല. അവൻ ഗലീലയിൽ, അവൻ ബേദലഹേമിൽ, അല്ലെങ്കിൽ അവൻ യെരുശലേമിൽ, അവൻ ദെക്കപ്പോലി മേഖലയിൽ മാത്രമാണ് ശുശ്രൂഷകൾ ഒതുക്കി നിർത്തിയിരുന്നത്. പുറജാതീയ സമൂഹം വിടുതലിനായി കടന്നു വന്നാൽ അവർക്കുള്ള സന്ദേശം നായ്ക്കൾ അപ്പത്തിന് വേണ്ടി കൊതിക്കുന്നത് പോലെ എന്ന് പറയത്തക്ക വിധത്തിൽ പുറജാതീയ ലോകത്തെ നായ്ക്കളോട് ചിത്രീകരിക്കുന്ന ഒരു തലത്തിലായിരുന്നു ആ കാലഘട്ടത്തിലെ ആത്മീയ സന്ദേശത്തിന്റെ സ്വഭാവം. അത് യഹൂദന് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന സന്ദേശമാണ് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. എന്നാൽ സുവിശേഷത്തെ സംബന്ധിച്ച് പൗലോസ് ഓർപ്പിക്കുമ്പോൾ റോമാലേഖനത്തിൽ സുവിശേഷത്തിന്റെ സാർവത്രികത പൗലോസ് ഇങ്ങനെ പറയുകയാണ്. പൗലോസ് പറയുന്നു, വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദനും പിന്നെ യവനനും. അങ്ങനെയാണെങ്കിൽ ആദ്യം യഹൂദൻ പിന്നെ യവനൻ, പിന്നത് രക്ഷയ്ക്കായി ദൈവശക്തി. അപ്പോൾ ആദ്യം യഹൂദന് എന്നതാണ് ദൈവത്തിന്റെ ദിവ്യമായ പദ്ധതി. ആദ്യം യഹൂദനിലേക്ക് സുവിശേഷത്തിന്റെ ശബ്ദം മുഴങ്ങുകയാണ്. പക്ഷേ ആ സുവിശേഷത്തിന്റെ ശബ്ദം ദൈവപുത്രനായ ക്രിസ്തുവിനെ അവർ തിരസ്കരിച്ചു. അതോടുകൂടെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടെ നമ്മുടെ നാഥൻ പറയുന്ന വാക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ ഇനി പറയുവോളം എന്നെ നിങ്ങൾ കാണുകയില്ല. കണ്ടോ, ഒരിടവേള ഇട്ടുകൊണ്ട് ദൈവിക കാര്യപരിപാടി യഹൂദനോടുള്ള ബന്ധത്തിൽ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് പറയുന്ന ഒരു സമയം വരും. എപ്പോഴാണ് സമയം വരുന്നത്? എതിർ ക്രിസ്തുവിന്റെ ഭീകര പീഡയുടെ ചോരച്ചെളിയിൽ നിങ്ങൾ വിവരണമായി വാവിട്ട് നിലവിളിക്കുന്ന ദിവസങ്ങൾ മുൻപിലുണ്ടാകും. അന്ന് ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് പരിശുദ്ധ പാദം ചവിട്ടി ദൈവപുത്രൻ തേജസ്സിൽ വെളിപ്പെടും. അന്ന് ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2ആയി പൊട്ടിപ്പിളരും. അവിടുത്തെ കൈകാലികളുടെ മുറിവുകൾ, ആണിപ്പാടുകൾ നിങ്ങൾ നേരിട്ട് കാണും. അവർ കുത്തിയവങ്കിലേക്ക് നോക്കി നിലവിളിക്കേണ്ടി വരും. ആ നിലവിളിയുടെ സമയം ഒരു ജാതി ഒരു ദിവസം കൊണ്ട് പിറക്കും എന്ന ബൈബിൾ പ്രവചനം നിവർത്തിച്ചുകൊണ്ട് ഈ ജാതി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവപുത്രനെ ഏറ്റുകൊള്ളുന്ന, യേശുക്രിസ്തുവിനെ മുട്ടുമടക്കി ജീവിതത്തിന്റെ കർത്താവായി സ്വീകരിക്കുന്ന ഒരു കഷ്ടതയുടെ നടുവിലെ നിലവിളി കാലം ദൈവം അവർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഘട്ടം ചരിത്രത്തിൽ സംഭവിക്കുന്നത് വരെ വേദപുസ്തക പ്രവചന പ്രകാരം ഒരിടവേള ഇതിനിടയിലേക്ക് വന്നു ചേർന്നുകൊണ്ട് ദൈവത്തിന്റെ തിരുസഭ ചരിത്രത്തിൽ ഉത്ഭവിച്ചു കഴിഞ്ഞു. പിതാവായ ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം യേശുക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ പരിശുദ്ധാത്മാവ് പണിതുവരുന്ന സാർവത്രിക സംഘമായ ദൈവത്തിന്റെ തിരുസഭ സെഹിയോൻ മാളിക മുറിയിലെ ആത്മപ്രവാഹത്തിൽ ആരംഭം കുറിച്ചപ്പോൾ അവരുടെ ഭ്രംശം
ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും എന്നെഴുതിയ ദൈവത്തിന്റെ വചനം നിവർത്തിച്ചുകൊണ്ട് യഹൂദൻ യേശുവിനെ തള്ളിക്കളഞ്ഞത് ദൈവത്തിന്റെ തിരുസഭയുടെ ഉത്ഭവത്തിന് മുഖാന്തരമായി. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയുന്നു, ദൈവസഭ എന്ന പ്രവചന കാര്യപരിപാടി ഇതിനിടയിലേക്ക് 69-ാം ആഴ്ചവട്ടത്തിനും 70-ാം ആഴ്ചവട്ടത്തിനും ഇടയിലേക്ക് വന്നു ചേർന്നു. ആദ്യത്തെ 490-ന് ഒരു 15 വർഷം ഇടവേളയുള്ളായിരുന്നു. രണ്ടാമത്തെ 490-ന് ഒരു 111 വർഷം ഇടവേളയുള്ളായിരുന്നു. മൂന്നാമത്തെ 490 വർഷത്തിന് ഒരു 70 വർഷം ഇടവേളയുള്ളായിരുന്നു. ഇതാ കൃപായുഗം, സഭായുഗം എന്ന ആത്മയുഗം ഇതിനിടയിൽ വന്നു ചേർന്നപ്പോൾ പ്രവചനത്തിലെ ഏറ്റവും വലിയ ഇടവേള യഹൂദനെ ദൈവം തള്ളി കൃപയാൽ സാധുക്കളായ നമ്മെ സ്വർഗം ഏറ്റെടുക്കാൻ അവിടുത്തെ കരം നമുക്ക് അനുകൂലമായിട്ട് ഉയർന്നു. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് ധന്യനായ പൗലോസ്ലീഹ പറയുന്ന ഒരു വേദഭാഗം ഈ പ്രത്യേക സമയം എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ ദാസൻ വായിക്കും. ശ്രദ്ധിച്ചു കേൾക്കണം. എന്താണ് ദൈവത്തിന്റെ തിരുസഭ? ഇത് ഒരു മർമ്മമാണ് എന്ന് പറയുകയാണ്. എഫേസ്യ ലേഖനം 6 അധ്യായമാണുള്ളത്. 1-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ സഭയെ ശരീരമായും, 2-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ സഭയെ കെട്ടിടമായും, 3-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ സഭയെ മർമ്മമായും, 4-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ സഭയെ വളർച്ച പ്രാപിക്കുന്ന ആളത്വമായും, 5-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ സഭയെ മണവാട്ടിയായും, 6-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ സഭയെ പടയാളിയായും, പോർക്കളത്തിൽ നിൽക്കുന്ന പടയാളിയായും ബൈബിൾ ചിത്രീകരിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ സഭയെ ചിത്രീകരിച്ചിരിക്കുന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കുക. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3 മുതൽ എന്താണ് സഭ അവിടെ വരുമ്പോഴാണ് ഇത് 69-ഉം 70-ഉം ആഴ്ചവട്ടങ്ങൾക്കിടയിൽ വന്നു ചേർന്നതിനെ കുറിച്ച് അതിശ്രദ്ധേയമായ ഒരു ഗൗരവമേറിയ പ്രയോഗം ഗ്രഹിക്കേണ്ടത്. ഇത് മർമ്മമാണ്. എഫേസ്യർ 3-3 മുതൽ നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനെ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിലും മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ. ശ്രദ്ധിച്ച് നിർത്തി കേട്ട ഇന്ന് രാത്രിത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. പ്രവാചകന്മാരായ യെശയ്യാ, യിരെമ്യാ, യെഹെസ്കേൽ, ദാനിയേൽ, ഹോശയ്യ, യോവേൽ, ആമോസ്, ഒബദ്യ, യോന, മീഖ, നാഹൂം, ഹബക്കൂക്ക്, ഹഗ്ഗായി, സക്കറിയാവ്, മലാഖി എന്നിവരുടെ ചരിത്രം നമ്മൾ എടുത്താൽ അവരുടെ പ്രവചനങ്ങൾ യഹൂദനിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുമ്പോൾ 70 ആഴ്ചവട്ടം യഹൂദനെ സംബന്ധിച്ച് പ്രവചന കാര്യപരിപാടികൾ വിശദീകരിച്ചിരിക്കുമ്പോൾ അവർക്ക് വെളിപ്പെട്ടു വരാഞ്ഞതും കൃപയാൽ പുതിയ നിയമസഭയ്ക്ക് ബോധ്യപ്പെടുത്തുവാൻ പൗലോസിന് വെളിപ്പെട്ടതുമായ ആ ദിവ്യ മിസ്റ്ററി എന്താണ്? 3 പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ആ ദിവ്യ മിസ്റ്ററി പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകേണം എന്നുള്ളത് തന്നെ. ഒരിക്കൽ കൂടെ ഞാൻ ആ പദങ്ങൾ അക്കമിട്ടോർപ്പിച്ച് നിർത്തുന്നു. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകേണം എന്നുള്ളത് തന്നെ. എന്താണിത്? പഴയ നിയമത്തിലെ കലണ്ടറിൽ മനസ്സിലാക്കാതിരുന്നതും ദൈവം ദിവ്യ നിർണയപ്രകാരം മാർമികമായി മറച്ചുവെച്ചതുമായ ആ പ്രാവചനിക ഇടവേള അതെന്താണ്? ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളാകുക എന്ന് പറഞ്ഞാൽ വിവാഹബന്ധത്തിൽ ഭാര്യാഭർത്താക്കന്മാർ കൈകൊടുക്കുമ്പോൾ ഭർത്താവ് കോടീശ്വരനും ഭാര്യ നിരക്ഷരയായ ഒരു ദരിദ്രയുമാണെങ്കിലും കൈകൊടുത്തുടമ്പടി ചെയ്യുന്നതോടുകൂടെ ഭർത്താവിന്റെ സകല സ്വത്തിനും ഭാര്യയ്ക്ക് തുല്യാവകാശം, ജീവിത പങ്കാളിയാകാൻ പോകുന്ന പെൺകുട്ടിക്ക് തുല്യാവകാശം സിദ്ധിക്കുന്നത് നിയുക്ത മണവാളന്റെയും മണവാട്ടിയുടെയും ചിത്രീകരണത്തിൽ യാഥാർത്ഥ്യമാണെങ്കിൽ ഏത് വ്യക്തിക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഈ ശപിക്കപ്പെട്ട പുറജാതികളുടെ ഭാഗമായി എന്നെ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മുഖാന്തരം യേശുവിന് എന്തെല്ലാം മഹത്വം നിത്യതയിലുണ്ടോ അതിന് പങ്കാളിയാക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതുകൊണ്ട് കൃപ ലഭിച്ച ദൈവമക്കൾ ക്രിസ്തുവിൽ പങ്കാളികളാണ്. രണ്ടാമത്തെ പ്രയോഗം ഏക ശരീരസ്ഥർ. എന്താണ് ഏക ശരീരസ്ഥർ?
31,173 വാക്യങ്ങളുള്ള വിശുദ്ധ ബൈബിൾ പറയുന്നു, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാകാൻ എന്താണ് വഴി? അവനോട് ചേരുവാൻ സ്നാനമേൽക്കുക. അങ്ങനെയാണെങ്കിൽ സ്നാനത്തിന്റെ അനുഭവം പ്രാപിക്കുക. മൂന്നാമത്തേത് വാഗ്ദത്തത്തിൽ പങ്കാളികൾ. എന്താണ് അതിന്റെ അർത്ഥം? പരിശുദ്ധാത്മ റൂഹയുടെ അവരോഹണത്തിൽ പത്രോസ് പ്രസംഗിക്കുന്നു. ഇത് സാധാരണ വിഷയമല്ല, ഇത് പിതാക്കന്മാരോട് ദൈവം അവരോട് ചെയ്ത വാഗ്ദത്തത്തിന് നിവർത്തിയാണ്. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദിവ്യാഭിഷേകം. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് ഒരുപറ്റം ആളുകളെ യഹൂദനെ തള്ളിക്കളഞ്ഞിട്ട് നിത്യതയ്ക്കായി ഒരുക്കുക എന്ന ദൈവിക കാര്യപരിപാടിയുടെ കലണ്ടർ ഇതിനിടയിൽ വന്നു ചേരുക എന്ന മർമ്മം അവർക്ക് മറച്ചു വെച്ചെങ്കിലും കൃപയാൽ ദൈവം നമുക്കത് വെളിപ്പെടുത്തി തന്നു. അത് ഓർത്തിന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്ത് വിളിച്ചു പറയണം, അതാണ് ഞാൻ അനുഭവിക്കുന്ന കൃപായുഗം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു മർമ്മം ഗ്രഹിക്കണം. അവർ തള്ളപ്പെട്ടു, കൃപയാൽ നാം കൊള്ളപ്പെട്ടു. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ കാലിലെ ചെരുപ്പൂരി മാറ്റിയിട്ട് തീയുടെ മുൻപിൽ മോശ നിന്ന് കേട്ടതുപോലെ മുഴങ്ങി കേൾക്കേണ്ട ഒരു ശബ്ദം ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയാം. അവർ തള്ളപ്പെട്ടു. എങ്ങനെ? അറിയായ്മയിൽ അവർ കർത്താവിനെ ക്രൂശിച്ചു. പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അവർക്ക് സംഭവിച്ചത്, ആ വിഷയം അവരുടെ കണ്ണിന് ദൈവം മറച്ചു വെച്ചു. അവരെ ദൈവം വെട്ടിമാറ്റി. കൃപയാൽ നമ്മെ ദൈവം ഒട്ടിച്ചു ചേർത്തു. ഞെളിയാതെ ഭയപ്പെടുക, ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നിൽക്കുന്ന നിന്നിൽ ദയയും തന്നെ. നീ ദയയിൽ നിലനിന്നാൽ അല്ലായകയാൽ നീയും ഛേദിക്കപ്പെടും. ഞാൻ ഇന്ന് രാത്രി ആ വാക്കുകൾ വിശദീകരിക്കുന്നത് ഭയത്തോടെയാണ്. യഹൂദനെന്ന ലോകഗതിയുടെ നാഴികക്കല്ലും മനുഷ്യചരിത്രത്തിന്റെ നട്ടെല്ലും കാലഗതിയുടെ കാതലും ദൈവത്തെ തള്ളിയതോടെ അവരെ ദൈവം തള്ളി. ദൈവത്തിന്റെ ഖണ്ഡിതമാണ് വെളിപ്പെട്ടത്. ആകയാൽ ദൈവത്തിന്റെ ഖണ്ഡിതം, സാധുക്കളായ നമ്മിൽ ദൈവത്തിന്റെ ദയ. പക്ഷേ മറക്കരുത്, ഇത് ദയയിലാണ് നിൽക്കുന്നത്. നിലനിന്നില്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ദൈവത്തിന് മുഖപക്ഷമില്ല. ആ രണ്ട് കൈകളും മലർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, അവിടുന്ന് ചരിത്രത്തിൽ ഇടപെട്ടത് ഞങ്ങൾ ഭയത്തോടെ കേൾക്കുന്നു. ഈ നിത്യജീവന്റെ ദിവ്യമൊഴികൾക്ക് മുൻപിൽ ഞങ്ങളുടെ ആയുസ്സിനെ നിങ്ങൾ കൈമാറുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ദൈവമേ, ഈ സദസ്സിനെ നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾ വചനത്തിന്റെ കർക്കശത്വം ഗ്രഹിച്ചു ഭയത്തോടെ തിരുമേനിയുടെ മുൻപിൽ നമ്മറ ശിരസ്കരാകുന്നു. നിന്റെ നാമത്തിൽ ഈ സദസ്സിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. യേശുവേ